വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒരേപോലെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് എൻജോയ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല. ഈവൻ ബിഗിനേഴ്സിന് കൂടി ട്രൈ ചെയ്താലും പ്രോപ്പർ റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് തന്നെ കിട്ടാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാനൊരു 200 grams പനീറിനുള്ള ക്വാണ്ടിറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് 1 teaspoon ബട്ടർ, 1 tablespoon ഓയിൽ, ഇത്രയൊന്ന് ചൂടായി കഴിയുമ്പോൾ 5 cloves, 4 cardamom, ഇത്രയും ഒന്ന് ലോ ഹീറ്റിൽ വെച്ചൊന്ന് ചൂടാക്കാം. ഇനി 2 cups ഫൈൻലി ചോപ്ഡ് അനിയൻസ്, അനിയൻസ് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ 3 കാശ്മീരി ചില്ലി, ഒരു ചെറിയ പീസ് ജിഞ്ചർ, 3 ഗാർലിക് ക്ലോവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണിയൻസ് ജസ്റ്റ് ഒന്ന് സോഫൻ ആയാൽ മതി. ആൻഡ് ഇതിലോട്ട് 3 ടൊമാറ്റോസ് ഫൈൻലി ചോപ്ഡ്. ടൊമാറ്റോസ് ഒന്ന് മഷിയാവുന്ന വരെ സോട്ടേ ചെയ്യാം. ടൊമാറ്റോസ് ഒന്ന് മഷിയായി കഴിയുമ്പോൾ ഒരു 10 കാഷ്യൂസ് ആഡ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ചൊന്ന് 5 minutes ഒന്ന് കുക്ക് ചെയ്യാം. അണിയൻസും ടൊമാറ്റോ മിക്സും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഒരു 1/4 cup വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ചൂടാറിയിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇനി ഇതൊന്ന് സീവ് ചെയ്യാം. സോ ഇങ്ങനെ സീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ഗ്രേവിക്ക് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും സീവ് ചെയ്തിട്ട് വേണം സോട്ടേ ചെയ്യാനായിട്ട്. കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് സീവ് ചെയ്യാം. വേറൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ച് ബട്ടറും ഓയിലും ആഡ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ 2 ബേ ലീവ്സ് ആൻഡ് 1 ഫൈൻലി ചോപ്ഡ് അനിയൻസ്. അനിയൻസ് നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ സോട്ടേ ചെയ്യാം. അനിയൻസ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ടേമറിക് 1/2 teaspoon, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലാസ് ആഡ് ചെയ്യാനായിട്ട്. 1 teaspoon coriander powder, 1.5 teaspoon masala powder, 1/4 teaspoon cumin seed powder and 1 teaspoon Kashmiri chili powder. ഇത്രയും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോട്ടേ ചെയ്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോ ആൻഡ് അണിയൻ പ്യൂറേ ആഡ് ചെയ്യാം. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് സോട്ടേ ചെയ്യാം. റോനെസ് നന്നായിട്ട് മാറുന്ന വരെ സോട്ടേ ചെയ്യണം. ഇനി റെസ്റ്റോറൻറ്റ് ടേസ്റ്റിന് വേണ്ടി മിൽക്ക് പൗഡറും ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടി മിൽക്ക് മെയ്ഡുമാണ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ബൗളിലോട്ട് 1.5 tablespoon മിൽക്ക് പൗഡർ, 1/2 teaspoon കണ്ടൻസ്ഡ് മിൽക്ക്, ഇത്രയും ഒന്ന് കുറച്ച് വാട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് പ്രോപ്പർ റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ഈ ഡിഷിന് കിട്ടുള്ളൂ. ആൻഡ് എപ്പോഴും ഇതുപോലെ ഓയിൽ സെപ്പറേറ്റഡ് ആയിട്ട് വേണം ഈ മിൽക്ക് പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് അഗെയിൻ ഒരു 1 tablespoon കസ്തൂരി മേത്തി ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്ത് ആഡ് ചെയ്യാം. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 more minutes ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഒരു 2 tablespoon കൊറിയാൻഡർ ലീവ്സ് ഫൈൻലി ചോപ്ഡ് ആൻഡ് സോൾട്ട് 1/2 teaspoon. ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം.
ഇനിയൊരു ഹാഫ് കപ്പ് ഹോട്ട് വാട്ടറും കൂടി ഒഴിച്ച് നമുക്ക് 200 ഗ്രാംസ് പനീർ ആഡ് ചെയ്യാം. പനീർ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇത് ഈ റെസിപ്പി നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് പനീർ ബട്ടർ മസാല റെഡിയാക്കാൻ പറ്റും. ഇനി ജസ്റ്റ് സോൾട്ടും ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ കുറച്ചുകൂടി സോൾട്ടും കുറച്ചുകൂടി കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്. പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 minutes ഒക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. സോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്രഷ് ക്രീം ഒരു 2 tablespoon ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി കുറച്ച് ഫ്രഷ് ക്രീമും കൂടി മേലെ ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്യും. ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല, ബട്ടർ നാൻ, ആൻഡ് എനിക്കെപ്പോഴും ഇഷ്ടമുള്ള കോമ്പിനേഷൻ വെജ് ഫ്രൈഡ് റൈസ് ആണ്, ആൻഡ് പിക്കിൾ അണിയൻ ആൻഡ് ചില്ലി പിക്കിൾ.